ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏപ്രിൽ 21-ാം തീയതി 21/4/25 നടക്കാൻ പോകുന്നുള്ള 131/2024 കാറ്റഗറി നമ്പർ വരുന്നുള്ള ജൂനിയർ അനലിസ്റ്റ് എക്സാമിൻ്റെ സിലബസും അതിൻ്റെ നോട്ട്സിൻ്റെ കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മളിവിടെ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം എത്രത്തോളം അപ്ലിക്കൻസാണ് ഉണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9882 അപ്ലിക്കൻസാണ് ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറി നമ്പറിൽ നടത്താൻ പോകുന്നുള്ള എക്സാമിന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി ഫെബ്രുവരി 19-ാം തീയതി വരെ ആയിരുന്നു. അപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞിരിക്കുന്ന അപ്ലിക്കൻസിൻ്റെ എണ്ണത്തിൽ ചെറിയ തോതിൽ കുറവും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജൂനിയർ അനലിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സ്കെയിൽ ഓഫ് പേ ഇവിടെ കാണുന്നുണ്ട്. ഒരു വാക്കൻസിയാണ് ഇപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഇൻ കെമിസ്ട്രി ആയിരുന്നു ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസിനകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തം കെമിസ്ട്രി ടോപ്പിക്സ് ആണ് അതിനകത്ത് കാണാൻ സാധിക്കുക. ജസ്റ്റ് ഒന്ന് ഞാൻ സിലബസ് കാണിച്ച് തന്നിട്ട് നോട്ട്സിൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്തവർ വീഡിയോ മിസ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ സിലബസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൊത്തത്തിൽ 15 മൊഡ്യൂളാണുള്ളത്. ഈ 15 മൊഡ്യൂളും വലിയൊരു സിലബസ് തന്നെയാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂളിനകത്ത് വരുന്നുള്ളത് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് 10 മാർക്സാണ്. അതുപോലെ തന്നെ രണ്ടാമത് വരുന്നുള്ളത് കോർഡിനേഷൻ കെമിസ്ട്രി, മെറ്റലർജി ആൻഡ് ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രി 10 മാർക്കിന് തന്നെയാണ്. ഇതൊക്കെ വലിയ മൊഡ്യൂളാണ്. ഇതിനകത്ത് ഒരുപാട് സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത് വരുന്നുള്ളത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് 7 മാർക്സിനാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലബസ് ഒന്ന് ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഓടിച്ച് നോക്കാവേ, എന്നിട്ട് പറയാം. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് അനാലിസിസ് 7 മാർക്കിനാണ്. പിന്നെ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം ആൻഡ് സ്റ്റീരിയോ കെമിസ്ട്രി 7 മാർക്കിന് വരുന്നുണ്ട്. ആലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് 6 മാർക്കിന് വരുന്നുണ്ട്. ഹാലോജിനേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആൻഡ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് 6 മാർക്കിനാണ്. പിന്നെ ആൽക്കഹോൾസ്, ഫിനോൾസ്, ഈത്തേഴ്സ്, എപ്പോക്സൈഡ്സ്, അതുപോലെ തന്നെ നൈട്രജൻ കോമ്പൗണ്ട്സ് 6 മാർക്കിന് വരുന്നുണ്ട്. പിന്നെ വരുന്നുള്ളത് കാർബോണൈൽ കോമ്പൗണ്ട്സ്, കാർബോക്സിലിക് ആസിഡ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് 6 മാർക്സിന്. 10ാമത് വരുന്നുള്ളത് ഗ്യാഷ്യസ് ലിക്വിഡ്സ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ്സ് 6 മാർക്കിന്. അയോണിക് ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയ, ഫേസ് ഇക്വിലിബ്രിയ 6 മാർക്കിന് വരുന്നുണ്ട്. പിന്നെ വരുന്നുള്ളത് കെമിക്കൽ തെർമോഡൈനാമിക്സ് ആണ് 6 മാർക്കിന്. കെമിക്കൽ കൈനറ്റിക്സ്, സർഫസ് കെമിസ്ട്രി ആൻഡ് കാറ്റലിസിസ് 5 മാർക്സിന് വരുന്നുണ്ട്. ഇലക്ട്രോ കെമിസ്ട്രി 6 മാർക്ക്. പിന്നെ ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പിയാണ് 6 മാർക്കിന് വരുന്നുള്ളത്. അപ്പോൾ ഇത്രയും മൊഡ്യൂളിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും നമ്മളിപ്പോൾ മൊത്തം സിലബസിൻ്റെ നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഇന്നിപ്പോൾ മാർച്ച് 13-ാം തീയതിയാണ്. മാർച്ച് 13-ാം തീയതി തൊട്ടും 3-ാം തീയതി തൊട്ടാണ് നമ്മൾ നമ്മുടെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ചെറിയൊരു ഓഫർ, ഫസ്റ്റ് ബുക്ക് ചെയ്യുന്നുള്ള 10 ആൾക്കാർക്ക് നമ്മൾ ഏതെങ്കിലും ഒരു മൊഡ്യൂളിൻ്റെ നോട്ട്, അതായത് ഇപ്പോൾ നിങ്ങളെല്ലാം കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണ്, ഒരുപക്ഷെ നിങ്ങൾക്ക് ചില സബ്ജക്ട്സിൻ്റെ നോട്ട്സ് ഉണ്ടാവാം, ചില ടോപ്പിക്സിൻ്റെ നോട്ട്സ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നുള്ള 10 പേർക്ക് നമ്മൾ വേണമെങ്കിൽ ഓരോ മൊഡ്യൂൾ വൈസ് നോട്ട്സ് കൊടുക്കാനും തയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നോട്ട്സ് ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നെങ്കിൽ നമ്മുടെ യൂട്യൂബിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ നമ്പർ, ഇതിനകത്ത് നിങ്ങൾക്ക് കോൾ ചെയ്യാം. 6238442879 ആണ്. ഇതിനകത്ത് കോൾ ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, 8281707605. ഇത് വാട്സപ്പിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. ഇതിനകത്ത് കോൾ ചെയ്താലും കിട്ടും കേട്ടോ. പിന്നെ ഇതിനകത്ത് വാട്സപ്പ് വരുന്നില്ല. 6238442879. അപ്പോൾ മൊത്തം നോട്ട്സും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നുള്ള 10 പേർക്ക് നമ്മൾ ഓരോ മൊഡ്യൂൾ വൈസുള്ള നോട്ട്സും കൊടുക്കാൻ തയ്യാറാണ്. അതല്ല നിങ്ങൾക്ക് മൊഡ്യൂൾ വൈസ് മാത്രമാണെങ്കിൽ പോലും നമ്മൾ തരാൻ ശ്രമിക്കാം. ഒന്ന് ജസ്റ്റ് നിങ്ങൾ ആർക്കൊക്കെയാണ് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ ഈ എക്സാമിൻ്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കില്ല കേട്ടോ, ക്ലാസ്സിൻ്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കില്ല. ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ നമുക്കത് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കളക്ട് ചെയ്ത നോട്ട്സ് റെഡിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒന്നെങ്കിൽ മൊഡ്യൂൾ വൈസ് ആയിട്ട് ആവശ്യമാണെങ്കിൽ അങ്ങനെ ചോദിക്കുക, മൊത്തത്തിലായിട്ട് ആവശ്യമാണെങ്കിൽ അങ്ങനെയും ചോദിക്കുക. അപ്പോൾ ഫീയും കാര്യങ്ങളൊക്കെ ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര മൊഡ്യൂളാണ് ആവശ്യം അതിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് ചെറിയൊരു ഫീസായിരിക്കും. നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ് ചാനൽ, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്നതാണ്, ചെറിയൊരു ഫീ ആണ് നമ്മൾ ഈടാക്കുന്നുള്ളത്. അപ്പോൾ ആവശ്യക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു ഡെമോ ആയിട്ട് ഞാൻ കാണിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള നോട്ട്സ് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിനകത്തുള്ള നോട്ട്സാണ്. ഇതിങ്ങനെ എല്ലാ കാര്യങ്ങളും സബ് ടോപ്പിക്സും, ഇപ്പോൾ ബോർ മോഡലിനെ കുറിച്ച്, അതുപോലെ തന്നെ അറ്റോമിക് സ്പെക്ട്രം, ഹൈഡ്രജൻ സ്പെക്ട്രം, അത് എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഫോർമുല, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, എല്ലാ കാര്യങ്ങളും ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടി ഞാനിതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ നോട്ട്സ് വരിക. ഇതൊക്കെ കണ്ടിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള നോട്ട്സ് ആയിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.